നമസ്കാരം, 140 ന്യൂസിലേക്ക് സ്വാഗതം. ട്രംപിനെതിരെ സ്വന്തം രാജ്യത്തെ പ്രതിഷേധം. ഡൊണാൾഡ് ട്രംപിന്റെ ഇറാനെതിരായ സൈനിക നടപടികൾ അമേരിക്കയിൽ വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് തിരികൊളുത്തി. ട്രംപിന്റെ ഇറാൻ നയത്തെ സെനറ്റ് നേതാവ് ചക്ക് ഷൂമർ രൂക്ഷമായി വിമർശിച്ചു. കോൺഗ്രസിന്റെ അനുമതിയില്ലാതെ ഈ സൈനിക നീക്കത്തെ അദ്ദേഹം നിയമവിരുദ്ധ യുദ്ധമെന്ന് വിശേഷിപ്പിച്ചു. ഈ യുദ്ധം പരാജയമാണെന്നും സാധാരണക്കാരായ അമേരിക്കക്കാരെയാണ് ഇത് ബാധിക്കുന്നതെന്നും ഷൂമർ പറഞ്ഞു. ഇതിനിടെ ഇസ്രായേലിലെ US അംബാസഡർ മൈക്ക് ഹക്കബി രാജിവെക്കണമെന്ന് സെനറ്റർ ക്രിസ് വാൻ ഹോളൻ ആവശ്യപ്പെട്ടു. അംബാസഡർ അമേരിക്കയുടെ താൽപ്പര്യങ്ങൾക്ക് പകരം ഇസ്രായേൽ സർക്കാരിന്റെ വക്താവായി പ്രവർത്തിക്കുന്നുവെന്നാണ് അദ്ദേഹത്തിന്റെ വിമർശനം. ഈ സംഭവങ്ങൾ ട്രംപ് ഭരണകൂടത്തിന്റെ പശ്ചിമേഷ്യൻ നയങ്ങൾക്കെതിരായ ആഭ്യന്തര വിമർശനങ്ങൾ കൂടുതൽ ശക്തമാക്കിയിട്ടുണ്ട്. യുക്രൈനിൽ റഷ്യയുടെ ഭീകരമായ വ്യോമാക്രമണം. യുക്രൈനിലെ സാപോരിഷിയ നഗരത്തിൽ റഷ്യ നടത്തിയ ക്രൂരമായ വ്യോമാക്രമണത്തിൽ 6 പൗരന്മാർ കൊല്ലപ്പെട്ടു. ഈ ആക്രമണത്തിൽ 20ഓളം പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. ഉത്തര കൊറിയൻ നിർമ്മിത ബാലിസ്റ്റിക് മിസൈലുകളും വ്യോമ ബോംബുകളും ഉപയോഗിച്ചാണ് റഷ്യ ഈ ആക്രമണം അഴിച്ചുവിട്ടതെന്ന് പ്രസിഡന്റ് വ്ളോഡിമർ സെലൻസ്കി വ്യക്തമാക്കി. സോപാരിഷ്യയിലേക്ക് പുറമെ തലസ്ഥാനമായ കീവിലും റഷ്യൻ ആക്രമണങ്ങൾ ശക്തമായിരുന്നു. കീവിലും പരിസര പ്രദേശങ്ങളിലുമായി 120ലധികം ജെറ്റ് പവേർഡ് ഷാഹെഡ് ഡ്രോണുകളാണ് റഷ്യ വർഷിച്ചത്. ഇതിനെ തുടർന്ന് നിരവധി കെട്ടിടങ്ങളും വെയർഹൌസുകളും ആശുപത്രി കെട്ടിടങ്ങളും പൂർണ്ണമായും തകർന്നു. പാർലമെന്റിൽ പ്രതിപക്ഷ പ്രതിഷേധം കടുക്കുന്നു. പാർലമെന്റിൽ പ്രതിപക്ഷത്തിന്റെ ശക്തമായ പ്രതിഷേധം തുടരുന്നതിനിടയിലും ആഭ്യന്തരമന്ത്രി അമിത്ഷാ സഭയിൽ എത്തിയില്ല. വിദ്യാർത്ഥികൾക്കെതിരെയുണ്ടായ പോലീസ് അതിക്രമത്തിൽ അദ്ദേഹം നേരിട്ട് മറുപടി നൽകണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ അംഗങ്ങൾ ലോക്സഭയുടെ നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചു. സഭ സമ്മേളിക്കുന്നതിനു മുന്നോടിയായി പാർലമെന്റ് കവാടത്തിൽ ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. രാഹുൽ ഗാന്ധിക്കെതിരെ NDA അംഗങ്ങളും ആഭ്യന്തരമന്ത്രിക്കെതിരെ പ്രതിപക്ഷവും മുദ്രാവാക്യം വിളികളുമായി മുഖാമുഖം എത്തിയതോടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഇടപെട്ടാണ് രംഗം ശാന്തമാക്കിയത്. കേന്ദ്ര അന്വേഷണ ഏജൻസികളെ സർക്കാർ രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി ദുരുപയോഗം ചെയ്യുകയാണെന്ന് സോണിയാഗാന്ധി കുറ്റപ്പെടുത്തി. അയോധ്യ സംഭാവനക്കുള്ള വിഷയം ഉന്നയിച്ച് പ്രധാനമന്ത്രി മറുപടി നൽകണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം വ്യാഴാഴ്ച അവസാനിക്കാനിരിക്കെയാണ് പ്രതിപക്ഷം സഭയ്ക്കകത്തും പുറത്തും പ്രതിഷേധം ശക്തമാക്കിയിരിക്കുന്നത്. മോദി സർക്കാരിൻ്റേത് ഏജൻസികളെ ദുരുപയോഗം ചെയ്യുന്ന ഭരണം, പ്രധാനമന്ത്രിയെ വിമർശിച്ച് സോണിയാഗാന്ധി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ രൂക്ഷ വിമർശനവുമായി കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ചെയർപേഴ്സൺ സോണിയാഗാന്ധി. മോദി സർക്കാർ അന്വേഷണ ഏജൻസികളെ രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി ഗുരുതരമായി ദുരുപയോഗം ചെയ്യുകയാണെന്ന് അവർ ആരോപിച്ചു. അഴിമതി ആരോപണ വിധേയരായ നേതാക്കൾ BJPയിൽ ചേരുമ്പോൾ കുറ്റവിമുക്തരാക്കുന്ന സാഹചര്യം നിലവിലുണ്ടെന്നും അവർ കുറ്റപ്പെടുത്തി. കൽക്കരിപ്പാടം കേസിൽ മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന് സുപ്രീം കോടതി ക്ലീൻ ചിറ്റ് നൽകിയതിനെ അവർ എടുത്തു പറഞ്ഞു. മൻമോഹൻ സിംഗിനെതിരായ നടപടികൾക്ക് പിന്നിൽ RSS BJP ഗൂഢാലോചനയാണെന്നും സോണിയ ആരോപിച്ചു. മൻമോഹൻ സിംഗിന്റെ സത്യസന്ധതയും ഉത്തരവാദിത്ത ബോധവും നരേന്ദ്രമോദി സർക്കാരിന്റെ പ്രവർത്തന രീതിക്ക് തികച്ചും വിരുദ്ധമാണെന്നും അവർ കൂട്ടിച്ചേർത്തു. ലഹരി കേസിൽ രാഷ്ട്രീയ വിവാദം. VD സതീശനെതിരെ VK സനോജ്. മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ കോർഡിനേറ്ററും യൂത്ത് കോൺഗ്രസ് ബൂത്ത് ഭാരവാഹിയുമായ മുഹമ്മദ് ഹുസൈൻ MDMA കേസിൽ പിടിയിലായി. കാസർഗോഡ് കാലിക്കടവിൽ വെച്ചാണ് 139.29 ഗ്രാം MDMAയുമായി ഇയാളും കൂട്ടാളികളും പിടിയിലായത്. ഈ സംഭവത്തിന് പിന്നാലെ കേരളത്തിൽ വലിയ രാഷ്ട്രീയ വിവാദങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടിരിക്കുകയാണ്. ഓപ്പറേഷൻ തൂഫാൻ പൊളിച്ചെടുക്കാൻ മുഖ്യമന്ത്രി VD സതീശൻ ഇറക്കി വിട്ടവരാണോ ഇവരെന്ന് DYFI സംസ്ഥാന സെക്രട്ടറി VK സനോജ് ചോദിച്ചു. ലഹരി മാഫിയ സംഘത്തിന് പിന്നിൽ ഉന്നത രാഷ്ട്രീയ ബന്ധങ്ങളുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ലഹരി സംഘത്തിന്റെ അടിവേരുകൾ പുറത്തു കൊണ്ടുവരണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. കോൺഗ്രസിന്റെ ഔദ്യോഗിക ലഹരി വിരുദ്ധ പ്രചാരണത്തിൽ സജീവമായി പങ്കെടുത്തിരുന്ന ആളാണ് പിടിയിലായ മുഹമ്മദ് ഹുസൈൻ. പ്രതികളുടെ വീടുകളിൽ VD സതീശൻ മുൻപ് സന്ദർശനം നടത്തിയിട്ടുള്ളതിന്റെ ചിത്രങ്ങളും ഇതിനിടയിൽ പുറത്തു വന്നിട്ടുണ്ട്. ഇത്രയും അടുത്ത് പ്രവർത്തിച്ചിരുന്ന ഒരാളെക്കുറിച്ച് യാതൊരു അറിവുമില്ലായിരുന്നുവെന്ന് വിശ്വസിക്കാൻ പ്രയാസമാണെന്ന് എതിർപക്ഷം ചൂണ്ടിക്കാട്ടിക്കുന്നു. ഔദ്യോഗികമായി കേരളം ബിൽ ലോക്സഭയിൽ പാസായി. സംസ്ഥാനത്തിന്റെ പേര് ഔദ്യോഗികമായി കേരളം എന്ന് പുനർനാമകരണം ചെയ്യുന്നതിനുള്ള ഭരണഘടനാ ഭേദഗതി ബില്ല് ലോക്സഭ പാസാക്കി.
പ്രതിപക്ഷ പ്രതിഷേധങ്ങൾക്കിടയിൽ ചർച്ചകൾ കൂടാതെയാണ് ബില്ല് സഭയുടെ അംഗീകാരം നേടിയത്. സംസ്ഥാനത്തിന്റെ പേര് കേരളം എന്നാക്കി മാറ്റാൻ ആവശ്യപ്പെട്ട് 2024 ജൂൺ 24-നാണ് കേരള നിയമസഭ ഐക്യകണ്ഠേന പ്രമേയം പാസാക്കിയത്. ഭരണഘടനയുടെ 1-ാം പട്ടികയിൽ മാത്രം മാറ്റം വരുത്തിയാൽ മതിയെന്ന കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് പുതിയ ഭേദഗതികളോടെ പ്രമേയം അവതരിപ്പിച്ചത്. ലോക്സഭയുടെ അംഗീകാരം ലഭിച്ചതോടെ സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക നാമമാറ്റത്തിൽ നിർണായകമായ ഒരു ഘട്ടമാണ് പൂർത്തിയായിരിക്കുന്നത്. UDF സർക്കാരിന്റെ അതിക്രമത്തിന് ഇരയാകുന്നത് വനിതാ ജീവനക്കാർ, വിമർശിച്ച് വീണ ജോർജ്. UDF സർക്കാരിന്റെ അന്യായമായ സ്ഥലമാറ്റങ്ങൾക്കെതിരെ രൂക്ഷ വിമർശനവുമായി മുൻ മന്ത്രി വീണ ജോർജ്. ദീപ, ആശാലത എന്നിവർ സർക്കാരിന്റെ അതിക്രമത്തിന്റെ ഇരകളാണെന്നും ക്രൂരമായ ട്രാൻസ്ഫർ മൂലം 2 കുടുംബങ്ങൾക്ക് അമ്മമാരെ നഷ്ടമായെന്നും അവർ ഫേസ്ബുക്കിൽ കുറിച്ചു. സർക്കാർ ഉദ്യോഗസ്ഥരുടെ സ്ഥലമാറ്റത്തിൽ കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിക്കപ്പെടേണ്ടതുണ്ടെന്ന് അവർ ഓർമ്മിപ്പിച്ചു. എന്നാൽ നിലവിൽ മാനദണ്ഡങ്ങൾ കാറ്റിൽ പറത്തി തികച്ചും മനുഷ്യത്വരഹിതമായ രീതിയിലാണ് വകുപ്പിൽ ട്രാൻസ്ഫറുകൾ നടക്കുന്നതെന്നും അവർ കുറ്റപ്പെടുത്തി. ഇതിന്റെ ഉദാഹരണമായി കണ്ണൂരിലെ വനിതാ ഡോക്ടർ കഷ്ടിച്ചാണ് രക്ഷപ്പെട്ടതെന്നും വീണ ജോർജ് ചൂണ്ടിക്കാട്ടി. ഇത്തരം നടപടികൾ അംഗീകരിക്കാനാകില്ലെന്നും വനിതാ ജീവനക്കാരെ ദ്രോഹിക്കുന്ന സമീപനം സർക്കാർ തിരുത്തണമെന്നും അവർ ആവശ്യപ്പെട്ടു. മലപ്പുറത്തെ കാണാതാകുന്നവരുടെ എണ്ണം കുത്തനെ ഉയരുന്നു. മലപ്പുറം ജില്ലയിൽ ആളുകളെ കാണാതാകുന്ന സംഭവങ്ങൾ വർദ്ധിക്കുന്നതായി ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുകൾ വ്യക്തമാക്കുന്നു. ഈ വർഷം ഇതുവരെ മാത്രം ജില്ലയിൽ നിന്ന് 363 പേരെ കാണാതായിട്ടുണ്ട്. സംസ്ഥാനത്താകെ ഈ വർഷം കാണാതായവരുടെ എണ്ണം 5253 ആണ്. സമീപ വർഷങ്ങളിലും ജില്ലയിൽ സമാനമായ രീതിയിൽ ഉയർന്ന തോതിൽ ആളുകളെ കാണാതായ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സ്ഥാപനങ്ങളിലേക്കും തൊഴിലിടങ്ങളിലേക്കും പോകുന്ന വഴികളിലാണ് ഭൂരിഭാഗം പേരെയും കാണാതാകുന്നത്. കാണാതാകുന്നവരിൽ വലിയൊരു പങ്കും പെൺകുട്ടികളും സ്ത്രീകളുമാണെന്നത് വലിയ ആശങ്കയാണ് സൃഷ്ടിക്കുന്നത്. സോഷ്യൽ മീഡിയ വഴിയുള്ള അപരിചിതരുടെ സ്വാധീനവും കുടുംബപരമായ പ്രശ്നങ്ങളുമാണ് ഇതിന് പ്രധാന കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. നിർമ്മല സീതാരാമനെതിരെ ആഞ്ഞടിച്ച് ബ്രിട്ടാസ്. കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമന്റെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പരാമർശത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി ജോൺ ബ്രിട്ടാസ്. ബ്രിട്ടീഷുകാർക്ക് മാപ്പപേക്ഷ കൊടുത്ത സവർക്കറുടെ അനുയായികളാണ് കമ്മ്യൂണിസ്റ്റുകാരെ ഭീരുക്കളെന്ന് വിളിക്കുന്നത്. എന്നാൽ ഇൻകുലാബ് വിളിച്ച് കഴുമരത്തിലേക്ക് ചിരിച്ചുകൊണ്ടുപോയ ചരിത്രമാണ് കമ്മ്യൂണിസ്റ്റുകാർക്കുള്ളത് എന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. പാർലമെന്റിൽ വരാൻ ഭയന്ന് ഓടുന്ന മോദിയുടെയും അമിത്ഷായുടെയും അനുയായികളാണ് ഇത്തരം ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നത്. UPI ഇടപാടുകളിൽ സേവന നിരക്ക് കൊണ്ടുവരാൻ ലക്ഷ്യമിട്ടുള്ള തോല ആപ്പ് ഉപഭോക്താക്കളെ കബളിപ്പിക്കുന്ന ഒരു ബ്ലാങ്ക് ചെക്കാണ്. കച്ചവടക്കാരുടെ മേൽ ചുമത്തുന്ന സാമ്പത്തിക ഭാരം ഉപഭോക്താക്കളുടെ മേൽ എത്തുകയുമില്ല എന്ന് പറയുന്നത് ശുദ്ധ അസംബന്ധമാണ്. കേന്ദ്രത്തിന്റെ തെറ്റായ സാമ്പത്തിക നയങ്ങൾ ഇന്ത്യയെ ആകെ തകർത്തിരിക്കുകയാണെന്നും ജോൺ ബ്രിട്ടാസ് പാർലമെന്റിൽ ശക്തമായി കുറ്റപ്പെടുത്തി. വന്ദേമാതരം പൂർണ്ണതോതിൽ ആലപിക്കണമെന്ന നിയമത്തിനെതിരെ ശശി തരൂർ. ഔദ്യോഗിക ചട്ടങ്ങളിൽ വന്ദേമാതരം പൂർണ്ണ രൂപത്തിൽ നിർബന്ധമാക്കിയ കേന്ദ്ര നിയമ ഭേദഗതിക്കെതിരെ ശശി തരൂർ MP. പാർലമെന്റിൽ ചർച്ച കൂടാതെയാണ് ഈ ഭേദഗതി സർക്കാർ പാസാക്കിയത്. ദേശീയ ഗാനത്തിന് 52 സെക്കൻഡ് മതിയെങ്കിൽ വന്ദേമാതരത്തിന് 3 മിനിറ്റിലേറെ വേണം. സംസ്ഥാന ഗാനങ്ങൾ കൂടി വരുമ്പോൾ ചടങ്ങിൽ ജനങ്ങൾ ആകെ 12ഓളം മിനിറ്റ് എഴുന്നേറ്റ് നിൽക്കേണ്ടി വരും. ഇത്രയും സമയം അനങ്ങാതെ നിൽക്കണമെന്ന് പറയുന്നതിൽ യാതൊരു പ്രായോഗികതയുമില്ല. ബഹുമാനവും ക്ഷമയും നിയമം വഴി ജനങ്ങളിൽ അടിച്ചേൽപ്പിക്കാൻ കഴിയില്ലെന്നും ഇത് വിപരീത ഫലമുണ്ടാക്കുമെന്നും തരൂർ മുന്നറിയിപ്പ് നൽകി.